Good morning. Okay. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലെസൺ നമ്മൾ വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. രണ്ടാമത്തെ ലെസന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താണ് ലെസന്റെ പേര്? എന്താ രണ്ടാമത്തെ ലെസന്റെ പേര്? യൂണിറ്റ് 2 ആവറേജ്. രണ്ടാമത്തെ ലെസൺ ആവറേജ് അഥവാ ശരാശരി. അപ്പൊ അതെന്താണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മളല്ലേ ആദ്യത്തെ ക്ലാസ്സിലെ. ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ അത് എന്തുദ്ദേശം വെച്ചിട്ടാണ്? കുറച്ച് നമ്പറുകൾ തന്നാൽ അതിന്റെ ശരാശരി അഥവാ ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തുക, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ശരാശരിയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകാം. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം എന്നല്ല, 2, 3, 4 ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ഡിവിഷൻ പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കണക്ക്. ഇപ്പോ ടീച്ചർ ഉദാഹരണമായിട്ട് പറയുകയാണ്, എൻ്റെ കയ്യില് 20 മിഠായി ഉണ്ട്. എൻ്റെ കയ്യിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കണേ കേട്ടാ, നിങ്ങൾ ഉത്തരം പറയണേ. 20 മിഠായിയാണ് ടീച്ചറുടെ കയ്യിലുള്ളത്. ടീച്ചർ അത് 20 മിഠായി ഞാനൊരു 5 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ആകെയുള്ള മിഠായിയുടെ എണ്ണം എത്രയാണ്? 20. അത് ഞാൻ 5 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര സ്വീറ്റ്സ് അല്ലെങ്കിൽ മിഠായിയാണ് കിട്ടുക? ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കണക്കിൽ 4 ക്രിയകളാണ് പഠിച്ചിരിക്കുന്നത്. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിലേത് ഓപ്പറേഷനാണ് ഞാനിതിൽ ഉപയോഗിക്കുക? ഏതാ വേണ്ടത്? 20 സ്വീറ്റ്സ് ഉണ്ട്, അത് 5 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര സ്വീറ്റ്സ് വീതമാണ് കിട്ടുക? ഇത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം അറിയണം അല്ലെ. ഇതിപ്പോ ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും ഒക്കെ പറയണ കേട്ടു, എല്ലാവരും പറയുന്നുണ്ട്. അത് ചെറിയ നമ്പർ ആയതുകൊണ്ട് വളരെയധികം ഈസി ആയിട്ട് 5 കുട്ടികളല്ലേ ടീച്ചറെയാ, 4 വീതം തന്നുള്ളൂ അല്ലെ. 4 സ്വീറ്റ്സ് വീതം ടീച്ചർ തന്നിട്ടുള്ളൂ. 5 കുട്ടികൾ ഉള്ളത് കൊണ്ട് 4 സ്വീറ്റ്സ് വീതം ഓരോരുത്തർക്ക് കിട്ടി. അതെങ്ങനെയാ കിട്ടിയത്? എങ്ങനെയാ കിട്ടിയ ചോദിച്ചാല് 4, 4, 5, 20. 4 പേർക്ക് 4 എണ്ണം വെച്ച് കിട്ടി, 5 പേർക്ക് അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം. എന്താ ചെയ്തേ? ഡിവിഷൻ ആണ് ചെയ്തത്. അതായത് ആകെയുള്ള സ്വീറ്റ്സിന്റെ എണ്ണത്തെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു അഥവാ ഡിവൈഡ് ചെയ്തു. 20 divides 5 ചെയ്തു. അപ്പോഴാണ് എനിക്ക് 4 കിട്ടിയത്. ഇവിടെ ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാനായിട്ട് സാധിച്ചു. ഈ വലിയ നമ്പറുകളൊക്കെ വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആദ്യത്തെ ചോദ്യം, ടെക്സ്റ്റ് ലെസൺ തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നോക്കി നോക്കൂ, ടെക്സ്റ്റ് എടുക്കൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം ഡൊണേഷൻ മാത്ത് അഥവാ സംഭാവന കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നില്ലേ. അതിൽ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ടീച്ചർ ബോർഡും എഴുതുന്നില്ല, നിങ്ങൾ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ? Children in class 6A decided to raise 1000 rupees to buy books for the library. എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? മലയാളം മീഡിയത്തിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 6A ക്ലാസ്സിലെ കുട്ടികള് എന്താണ് 1000 രൂപയാണ് എടുത്തത്. ആകെ 1000 രൂപ പിരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. മൊത്തം 1000 രൂപ ക്ലാസ്സിൽ നിന്ന് എടുക്കാനായിട്ട് തീരുമാനിച്ചു. There are 40 children in the class. ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 6A ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ്. And they decided that all of them should give the same amount. കുട്ടികൾ 40 പേരും തീരുമാനിച്ചു കുട്ടികൾ എല്ലാവരും ഒരേ തുകയാണ് എടുക്കേണ്ടത്. അങ്ങനെ എത്ര രൂപ എനിക്ക് വേണം? 1000 രൂപയാണ് 6A ക്ലാസ്സിൽ നിന്ന് എനിക്ക് കളക്ട് ചെയ്യേണ്ടത്. എങ്കിൽ how much should each give? ഓരോരുത്തരും എത്ര രൂപ വീതമായിരിക്കാം എടുക്കേണ്ടത്? അപ്പൊ 6A ക്ലാസ്സിലെ കുട്ടികൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് മൊത്തം ആ ക്ലാസ്സിൽ നിന്ന് 1000 രൂപ വീതം എടുക്കാൻ, 1000 രൂപ പിരിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചു. പുസ്തകങ്ങൾ വാങ്ങാൻ ആകെ 1000 രൂപയാണ് എനിക്ക് ആവശ്യം.
ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതമായിരിക്കാം എടുത്തിട്ടുണ്ടാവുക? ആകെ 1000 രൂപയാണ് വേണ്ടത്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 എങ്കിൽ ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾക്ക് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആകെ നമുക്ക് 1000 രൂപയുണ്ട്. 1000 രൂപയാണ് എനിക്ക് ആവശ്യം. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 എങ്കിൽ ഓരോ കുട്ടിയും ഒരു തുല്യ എമൗണ്ട് ആണ് എടുക്കുന്നത് എങ്കിൽ എത്ര രൂപ വെച്ചിട്ടാണ് ഓരോ കുട്ടിയും എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയാം. എങ്കിലും സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് ടീച്ചർ ഒന്ന് പറയണം. എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ക്ലാസ്സിലെ ആകെ ശേഖരിച്ച തുക. ആകെ എത്ര രൂപയാണ് ശേഖരിച്ചത് അല്ലെ? ആകെ ശേഖരിച്ച തുക. ആകെ ശേഖരിച്ച തുക അതെത്രയാണ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്നു ചോദ്യത്തിൽ. എത്ര? 1000 rupees. 1000 രൂപയാണ് നമുക്ക് ആകെ ശേഖരിച്ചത്. 6A ക്ലാസ്സിൽ നിന്ന് ആകെ കിട്ടിയ തുക 1000 രൂപ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6A എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 6A ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം. ദാറ്റ്സ് ഈക്വൽ ടു 40. Then last step therefore എഴുതാനായിട്ട് അറിയാലോ അല്ലെ? 3 dots ഇട്ടാൽ therefore ആണ്. Okay, therefore the amount each one gave എന്ന് വെച്ചാൽ എന്താ? ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക. That is equal to 1000 divides 40. ആ ക്രിയ നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കണം. ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് 25 എഴുതിയിരിക്കുന്നു, അതേപോലെ കോപ്പി ചെയ്തെടുക്കുകയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 1000 divides 40. ഈ പ്രോബ്ലത്തിന് ഇത് എന്തിനാണ് ഇവിടെ നിങ്ങൾ വര വരച്ചിരിക്കുന്നത്? അതെന്തിനു വേണ്ടിയിട്ടാ? ഈക്വൽ ടു എന്നുള്ള സൈൻ നേരെ തന്നെ വരണം. നമ്മുടെ മാത്സ് ബുക്കിന്റെ നീറ്റ്നെസ് എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ഈക്വൽ ടു എന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. തുടക്കം 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ എന്ത് ചെയ്യണം? ഈ വര ആദ്യം തന്നെ വരച്ച് വരയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെപ്സ് എഴുതുക അല്ലെങ്കിൽ വഴി എഴുതുക, റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് മാത്രം എഴുതുക. അതേപോലെ ഇതിൽ ഈ ലെസണിലെ മെജോറിറ്റി പ്രോബ്ലംസും നമ്മുടെ വേർഡ് പ്രോബ്ലംസ് ആണ്, വഴിക്കണക്കാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രോബ്ലം കഴിഞ്ഞാലും എന്താ ഇതേപോലെ വരച്ചിട്ടുണ്ടാവും. ടീച്ചർ ഇവിടെ വരച്ചത് എന്തുകൊണ്ടാ? മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും സെയിം പ്രോബ്ലം തന്നെ ടീച്ചർ എഴുതിയുള്ളൂ, അവർക്കും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഓരോ വേർഡ് പ്രോബ്ലം കഴിഞ്ഞാലും നമ്മൾ വരയ്ക്കണം. വരച്ചാലേ അത് നീറ്റ്നെസ്, നോട്ട്ബുക്ക് നീറ്റ്നെസ് എപ്പോഴും പ്രധാനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ നോക്കി എഴുതുക. ടെക്സ്റ്റിലെ ആദ്യത്തെ തന്നെ ഡൊണേഷൻ മാത്ത് എന്നുള്ള ഹെഡിങ് എഴുതി ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം എഴുതുക. എന്ത്? ചിൽഡ്രൻ ഇൻ എ ക്ലാസ് 6A. ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് അതിന്റെ അടിയിലാണ് ഈ ആൻസർ എഴുതേണ്ടത്. മലയാളം മീഡിയംകാർക്ക് സംഭാവന കണക്ക് എന്നുള്ള ഹെഡിങ് ഉണ്ടല്ലോ, ആ ഹെഡിങ് എഴുതിയിട്ട് ആ ചോദ്യം എഴുതിയെടുക്കുക. എത്ര രൂപ വീതം കൊടുക്കണം എന്നത് വരെ എഴുതി ഈ ആൻസർ. ആകെ ശേഖരിച്ച തുക 6A ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഓരോരുത്തരും എടുത്ത രൂപ, കൊടുത്ത രൂപ, അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ഇത് ഈ ലെസണിലെ ആവറേജുമായി ബന്ധപ്പെട്ട പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നാമത്തെ കണക്ക് ആകെ 1000 രൂപയാണ് ആ ക്ലാസ്സിൽ നിന്ന് എടുത്തത്. ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 40 എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വെച്ച് തിരിച്ചെടുത്തു? 1000 ആകെയുള്ള സംഖ്യയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? ഓരോ കുട്ടിയും 25 രൂപ വീതമാണ് പിരിച്ചെടുത്തത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കൂ രണ്ടാമത്തെ ചോദ്യം. ആ രണ്ടാമത്തെ ചോദ്യം ഏതാണ്? ഈ ചോദ്യമാണ് കേട്ടോ രണ്ടാമത്തെ. ഈ ഫോട്ടോന്റെ, ഈ ചിത്രത്തിന്റെ അടിയിൽ, ഈ പിക്ചറിന്റെ സൈഡിൽ ആ ചോദ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
There are 30 children in class 6B. മുകളിലത്തെ ചോദ്യത്തിന്റെ അതേപോലെ തന്നെ 6A എന്ന് മാറ്റി 6B എന്നാക്കിയിട്ടുള്ളൂ. എന്താണ് 6Bയിൽ ആകെ 30 കുട്ടികളാണ് ഉള്ളത്. They raised 1,200 rupees for a medical fund. ചികിത്സാ സഹായ നിധിയിലേക്ക് വേണ്ടിയിട്ട് അവര് 1,200 രൂപയാണ് ആ ക്ലാസ്സിൽ നിന്ന് ആകെ കൊടുത്തത്. മെഡിക്കൽ ഫണ്ടിന് ചികിത്സാ സഹായ നിധിയിലേക്ക് 6B ക്ലാസ്സിൽ നിന്ന് ആകെ കൊടുത്തത് 1,200 rupees, 1,200 രൂപയാണ് കൊടുത്തത്. Can you calculate how much each gave? എങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാമോ ഓരോ കുട്ടിയും എത്ര രൂപ വെച്ചാണ് കൊടുത്തിട്ടുണ്ടാവുക എന്ന്? എല്ലാവരും തുല്യമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും. എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക? ചെയ്യാൻ പറ്റുമോ? തന്നെ ഇതേപോലെ തന്നെ ചെയ്യണ്ടു. 6A എന്നുള്ളത് 6B ആക്കേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ? എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് 1,200 rupees അല്ലേ? ആകെ 6Bയിൽ നിന്ന് 1,200 രൂപയല്ലേ തിരിച്ചെടുത്തത്. പിന്നെയോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B എത്രയാണ്? 30 സ്റ്റുഡൻസ്. The question number 2. Number of students in 6B 30. Therefore, the total amount each one gave 1,200 divides 30. Levera 1,200 divides 30. 1,200 divides 30. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് നോക്കുക. വർക്കിംഗ് കോളത്തില് എത്രയാണ് കിട്ടുക എന്ന് കണ്ടെത്തുക. എത്ര കിട്ടുക? എത്രയാണ് വരിക? ₹40. 40 കിട്ടുക. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടാ. അപ്പൊ ഇതേ രീതിയിലാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്. ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ₹1,200. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B. 6Bയിലെ ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണം 30. Therefore, the amount each one gave. ഓരോരുത്തരും എത്ര രൂപ വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക? 1,200 divides 30. That's equal to എത്ര വരും? ₹40. അതേപോലെ ടീച്ചർ ഇവിടെയും കൂടി മാറ്റും കേട്ടോ. എഴുതിക്കോളൂ. ചോദ്യം എഴുതി തെറ്റാതെ എഴുതിയെടുക്കുക കേട്ടോ. ബോർഡിലേക്ക് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒരെണ്ണം ഹോംവർക്കാ തരാൻ കൊണ്ട് ടീച്ചർ കൊടുത്താൽ. ഇതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ്. ആകെ ശേഖരിച്ച തുക 1,200 ₹1,200. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B. 6B ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 30 rupees. Therefore, the amount each one gave. ഓരോരുത്തരും കൊടുത്ത രൂപ എന്തിനു വേണ്ടി? ചികിത്സാ സഹായ നിധിയിലേക്ക്. അതും റെപ്രസെന്റ് ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ അതും റെപ്രസെന്റ് ചെയ്ത് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഏതിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ടീച്ചർ പറയില്ല കേട്ടോ. ഓരോരുത്തരും കൊടുത്ത രൂപ 1,200 divides 30. അപ്പൊ ഓരോരുത്തരും എടുത്ത രൂപ എത്രയാണ്? 40 രൂപയാണ് ഓരോരുത്തരും എടുത്തത്. ഓക്കെ, യെസ്. ഇനി അടുത്തേക്ക് പോവാലോ. എനിക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, കഴിഞ്ഞോ? യെസ്. ഓക്കെ, shall I run? Yes. നെക്സ്റ്റ് നമ്മൾ ആവറേജ്. ഇനിയാണ് ആവറേജിലേക്ക് കിടക്കാൻ പോകുന്നത്. ആവറേജ് അഥവാ എന്ത്?
ശരാശരി. മലയാളം മീഡിയംകാര് ശരാശരി എന്ന് പറയും, അല്ലാത്തോ ഇംഗ്ലീഷ് മീഡിയംകാര് ആവറേജ്. എന്താണ് ആവറേജ്? എങ്ങനെയാണ് ആവറേജ് കണ്ടെത്തുന്നത്? കുറച്ച് നമ്പറുകൾ തന്നാൽ അതിന്റെ ആവറേജ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് നമ്പറുകൾ തന്നു, 12, 15, 22, 36, 44. അങ്ങനെ കുറച്ച് നമ്പറുകൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ആവറേജ് കണ്ടെത്തുക, ശരാശരി കണ്ടെത്തുക എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ കണ്ടെത്തുക അറിയോ? ആവറേജ് കാണാനുള്ള ഫോർമുലയിലേക്കാണ് ടീച്ചർ എത്തുന്നത് കേട്ടോ. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒക്കെ തുക അഥവാ സം കണ്ടെത്തുക. സം ഓഫ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പറുകൾ എത്ര എണ്ണം വീതമായിക്കോട്ടെ, എത്ര എണ്ണം വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ തന്നിരിക്കുന്ന നമ്പറുകളുടെ എല്ലാം സം കൂട്ടാൻ അറിയില്ലേ? അപ്പൊ തന്നിരിക്കുന്ന നമ്പറുകളുടെ ഒക്കെ തുക കണ്ടെത്തി കേട്ടോ. ആ തുകയെ എത്ര നമ്പറുകളാണോ തന്നിരിക്കുന്നത് ആ നമ്പറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. എന്താ ടീച്ചർ പറഞ്ഞേ? ആവറേജ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന കുറെ നമ്പറുകളുടെ ആവറേജ് കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടെത്തണം? ആദ്യം ആ തന്നിരിക്കുന്ന നമ്പറിന്റെയൊക്കെ തുക കണ്ടെത്തണം, സം കണ്ടെത്തണം. അപ്പൊ എന്ത്? 12 പ്ലസ് 15 പ്ലസ് 22 പ്ലസ് 36 പ്ലസ് 44. ആ സമ്മ കണ്ടെത്തിയിട്ട് അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്? എത്ര നമ്പറുകളാണോ തന്നിരിക്കുന്നത്, എത്ര നമ്പറുകളാണ്? 1, 2, 3, 4, 5. 5 നമ്പറുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ആവറേജ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് നമ്പേഴ്സ്. ടീച്ചർ പറയണോ? ടീച്ചർ നോട്ട് തരാട്ടോ. സം ഓഫ് നമ്പേഴ്സ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്ര നമ്പറുകളാണോ തന്നേക്കണേ ആ നമ്പറുകളുടെ എണ്ണം. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. തന്നിരിക്കുന്ന നമ്പറുകളുടെ തുകയെ നമ്പറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതാണ് ആവറേജ് കാണാനുള്ള ഫോർമുല. ബൈ ഹാർട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം. ഉറക്കത്തിൽ നിന്ന് ടീച്ചർ പഠിച്ച് എണീപ്പിച്ച് ചോദിച്ചാലും എന്താണ് ആവറേജ് കാണാനുള്ള ഫോർമുല? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ചെറിയ ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലെ 3, 4 ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ 5 തന്നെ പഠിപ്പിച്ച ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും. എന്ത്? ഉറക്കത്തിൽ എണീപ്പിച്ച് ചോദിച്ചാലും ആൻസർ പറയണം. 3 7s 4 9s 4 7 3 7 അല്ലെ? അതേപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഫോർമുല. അവസാനം വരെ നമുക്ക് ആവശ്യമുണ്ട്. ആവറേജ് ഒക്കെ 10th കഴിഞ്ഞാലും മാത്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോ what's the formula for finding the average? Sum of numbers by total number. എങ്ങനെയാ ടീച്ചറെ? മലയാളത്തിൽ നമ്മൾ എന്താ പറയാ ടീച്ചറെ? സംശയം അല്ലേ? എങ്ങനെയാണ് ശരാശരി കാണാനുള്ള ഫോർമുല? ആകെ തുക ബൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആകെ തുക ബൈ കാണുന്നില്ല. എന്താണ് വരിക? ആകെ തുക ബൈ എന്ത്? എണ്ണം. ഇതാണ് നമുക്ക് എന്ത് വരിക? ശരാശരി കാണാനുള്ള സമവാക്യം. ആകെ തുക ബൈ എണ്ണം. ആകെ തുക തന്നിരിക്കുന്ന നമ്പറുകളുടെ ആകെ തുക കണ്ടെത്തുക ആദ്യം. അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? എത്ര എണ്ണമാണോ നമ്പർ തന്നിരിക്കുന്നത് ആ സംഖ്യ കൊണ്ട് ഹരിക്കുക. ആവറേജ്. വാട്ട്സ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ആൻ ആവറേജ്? ഇങ്ങനെ ചോദിക്കും ഡെയിലി. ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആദ്യം ചോദ്യം ചോദിച്ചിട്ടേ ക്ലാസ് തുടങ്ങും. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ആൻസർ പറയും. ടീച്ചർ കേൾക്കണം ഇവിടെ ഇരുന്നാലും. Okay, the formula for finding an average is sum of numbers by the total number. ശരാശരി കാണാനുള്ള സമവാക്യം ആകെ തുക ബൈ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോളൂ. നമുക്ക് നോട്ടിൽ എഴുതാം. എങ്കിലും നമുക്ക് ഇവിടെ ഈ കണക്ക് തന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അറിയണ്ടേ? അതെങ്ങനെ ചെയ്യാം? ഈ നമ്പറുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഈ നമ്പറിന്റെ ആവറേജ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. എങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് കാണാനായിട്ട് നമ്മൾ ആദ്യം ഈ നമ്പറുകളുടെ തുക കണ്ടെത്തണം.
അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടണം. എങ്ങനെ? 12 പ്ലസ് 15 പ്ലസ് 22 പ്ലസ് 36 പ്ലസ് 44 ബൈ എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത്? 1 2 3 4 5. 5 കൊണ്ട് ഹരിക്കുക. ഓക്കെ. അപ്പൊ ഇത് കൂട്ടി കിട്ടുന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടി. ഓക്കെ. അപ്പൊ ഇതിലേക്ക് വരാം നമ്മള്. അപ്പൊ ശരാശരി കാണാൻ നമ്മൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനായിട്ടാ? ആ ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. The formula for finding an average is sum of numbers by the total number by എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള അപ്പൊ ഓർമ്മ വരണം. എന്ത്? സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ബൈ പറയുന്നത്. ഈ ബൈ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ആവറേജ് അഥവാ ശരാശരി കിട്ടുന്നത്. മനസ്സിലായില്ലോ? ഓ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ. ആവറേജ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണുന്നുണ്ടോ? ആവറേജ് പ്രോബ്ലംസ് കണ്ടോ? ആവറേജ് പ്രോബ്ലംസ് എന്നുള്ളത് നെക്സ്റ്റ് പേജിലാണ്. പേജ് നമ്പർ 20. ഹെഡിങ് കണ്ടു? ആവറേജ് പ്രോബ്ലംസ്. ഓക്കെ. ആവറേജ് പ്രോബ്ലംസിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. മണിക്കുട്ടൻ സപ്ലൈസ് മിൽക്ക് ടു ദ സൊസൈറ്റി ഈച്ച് ഡേ. എന്താണ്? മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയില് പാല് കൊണ്ടു കൊടുക്കാറുണ്ട്. സൊസൈറ്റി മിൽക്ക് സൊസൈറ്റിയില് മണിക്കുട്ടൻ ഡെയിലി പാല് സപ്ലൈ ചെയ്യാറുണ്ട്. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച he supplied 56 liters in all. കഴിഞ്ഞ ആഴ്ച അയാൾ കൊടുത്ത ആകെ പാലിന്റെ അളവ്, സൊസൈറ്റിയിൽ കൊടുത്ത ആകെ പാലിന്റെ അളവ് 56 ലിറ്റർ ആണ്. How much did he give each day of this week on average? എങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും എത്ര പാല് വീതമായിരിക്കും, എത്ര ലിറ്റർ പാല് വീതമായിരിക്കാം മണിക്കുട്ടൻ കൊടുത്തിട്ടുണ്ടാവുക? അപ്പൊ കഴിഞ്ഞ ആഴ്ച ആകെ കൊടുത്ത പാലിന്റെ അളവ് നമുക്ക് തന്നിരിക്കുന്നു 56 ലിറ്റേഴ്സ്. 56 ലിറ്റർ ആണ് കഴിഞ്ഞ ആഴ്ച ആകെ മണിക്കുട്ടൻ കൊടുത്ത പാലിന്റെ അളവ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും എത്ര ലിറ്റർ പാല് വീതമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക? ആവറേജ് എത്ര വീതം പാലായിരിക്കും ആള് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോ ആകെ പാലിന്റെ അളവ് നമുക്കറിയാം ഇല്ലേ? കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് എന്നും എനിക്കറിയാം. അറിയാലോ, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമാണ്. അപ്പോ ആ ആഴ്ചയിലുള്ള കഴിഞ്ഞ ആഴ്ച മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു? അതുകൊണ്ട് 56 എന്നുള്ള സംഖ്യയെ ഡിവൈഡ് ചെയ്താൽ ഓരോ ദിവസം എത്ര വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക അറിയില്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് പോലെ തന്നെ ആകെയുള്ള സംഖ്യ അത് 1000 ആയിരുന്നു. നമ്മൾ ആ ലൈബ്രറി ബുക്ക് അല്ലെങ്കിൽ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊടുത്ത പ്രോബ്ലം. അതേപോലെ തന്നെ ആകെ എത്രയാണ് ഉള്ളത് അതിനെ എണ്ണം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 30 ആണെങ്കിൽ 30 കൊണ്ട് ഹരിച്ചു. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 ആയിരുന്നെങ്കിൽ 40 കൊണ്ടാണ് ഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എത്രയാണെന്ന് തന്നിട്ടില്ല, അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാ. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം 7 ആണ് എന്നറിയാത്തവരായിരുന്നില്ലോ, ഇല്ല. അപ്പൊ ഇവിടെ 56 എന്നുള്ള സംഖ്യയെ 7 കൊണ്ടല്ലേ ഹരിക്കേണ്ടത് അല്ലേ? സംശയായോ? ഓക്കെ. അപ്പോ ഇതിന്റെ ആൻസർ എഴുതിക്കാലോ നമുക്ക്. ഓക്കെ. അപ്പൊ ആവറേജ് പ്രോബ്ലംസ് എന്നുള്ള ഹെഡിങ് എഴുതുക. എന്നിട്ട് താഴെ എഴുതുന്നത് എഴുതിക്കോളൂ. ഈ നോട്ടം എഴുതിക്കോളൂ. ദി ഫോർമുല ഫോർ ഫൈൻഡിങ് average. The formula for finding average with ചെറിയ നോട്ട് കേട്ടോ is എന്നിട്ട് എഴുതുക average is equal to sum
by total number. Sum of numbers by ഇതൊരു ബോക്സിനകത്താക്കി ഇടണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എപ്പോ നോക്കിയാലും കാണുന്നതാണ്. ഇനി മലയാളം മീഡിയംകാർ എഴുതുന്നത് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയംകാർ ഇത് എഴുതിയെടുക്കുക. ശരാശരി കാണുന്നതിനുള്ള സമവാക്യം അല്ലെങ്കിൽ ഫോർമുല എന്താ വരിക? ശരാശരി സമം എന്താണ്? ശരാശരി സമം ആകെ തുക ബൈ എണ്ണം. ആകെ തുക ബൈ എണ്ണം. ഇതും ബോക്സിനകത്താക്കി ഇടുക കേട്ടാ. എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ലെസൺ കഴിയുന്നത് വരെ ഈ ഫോർമുല നമുക്ക് അറിയേണ്ടതാണ്. The formula for finding an average is equal to sum of numbers by total number. ശരാശരി കാണുന്നതിനുള്ള ഫോർമുല സമവാക്യം ആകെ തുക ബൈ എണ്ണം. ഇതാദ്യം എഴുതിയെടുക്കണം. ഇത് മനഃപാഠമാണ്. നമുക്ക് ഈ പാഠം കഴിയുന്നവരെ എന്നല്ല, എല്ലാ കാലത്തും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് പോലെ ഇതെല്ലാ കാലത്തും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ആകെ തുക ബൈ എണ്ണം. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ദ ഫോർമുല ഫോർ ഫൈൻഡിങ് an average is sum of numbers by total number. ഓക്കെ, അപ്പൊ നമ്മള് മണിക്കുട്ടന്റെ പ്രോബ്ലം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ടീച്ചർ അർത്ഥമൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്ത്? മണിക്കുട്ടൻ സൊസൈറ്റിയിലെ മിൽക്ക് വിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മണിക്കുട്ടൻ ആകെ കൊടുത്ത പാലിന്റെ അളവ് 56 ലിറ്റർ ആണ്. 56 ലിറ്റർ ആണ് എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ദിവസവും എത്ര ലിറ്റർ പാല് വീതമായിരിക്കും മണിക്കുട്ടൻ ആ സൊസൈറ്റിയിൽ കൊടുത്തിട്ടുണ്ടാവുക? ഇതാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഇതനുസരിച്ച് ഒരു വട്ടം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതൊരു ഹോംവർക്ക് ആയിട്ട് ടീച്ചർ തരികയാണ്. ടീച്ചർ ആദ്യം ആൻസർ പറയിപ്പിക്കും. തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു.